നമുക്ക് ഇനി കമലാക്ഷി അമ്മയുടെ ഒരു പോരാട്ട കഥ അതറിയാം. കമലാക്ഷി അമ്മ തൃശ്ശൂരുള്ള ആളാണ്. 10 സെന്റ് ഭൂമിക്ക് വേണ്ടിയിട്ട് 40 വർഷം നിയമ പോരാട്ടം നടത്തി അതിലിപ്പോൾ വിജയം കണ്ടിരിക്കുകയാണ് അക്കിക്കാവ് സ്വദേശിയായ കമലാക്ഷി എന്ന 65-കാരി. സഹോദരി അമ്മുവിന് ലഭിച്ച ഭൂമിയുടെ അവകാശം അത് നിലനിർത്താൻ വേണ്ടിയായിരുന്നു കമലാക്ഷി അമ്മയുടെ പോരാട്ടം. സഹോദരി മരിച്ചുപോയി, പക്ഷേ എങ്കിലും അവരുടെ മക്കൾക്ക് വേണ്ടി ഈ ഭൂമി വാങ്ങി നൽകാനായതിൻ്റെ സന്തോഷത്തിലാണ് ഇന്ന് കമലാക്ഷി അമ്മ. കമലാക്ഷിയുടെ നിയമ പോരാട്ടത്തിന്റെ കഥയ്ക്ക് 4 പതിറ്റാണ്ടിന്റെ പഴക്കമുണ്ട്. കുടികിടപ്പ് അവകാശപ്രകാരം സഹോദരിക്ക് ലഭിക്കേണ്ട ഭൂമിക്ക് വേണ്ടിയാണ് ഹൈക്കോടതി വരെ കമലാക്ഷി കയറിയിറങ്ങിയത്. കമലാക്ഷിയും കുടുംബവും തൃശൂർ കുന്നംകുളത്തെ പേഞ്ഞാമുക്കിലാണ് താമസിച്ചിരുന്നത്. 1968 ചേച്ചി അമ്മുവും കുടുംബവും സമീപത്തുള്ള വീടുള്ള 10 സെന്റിലേക്ക് താമസം മാറ്റി. ഭൂമിയുടെ ഉടമസ്ഥരായ കുടുംബത്തിനായി ആജീവനാന്തം വീട്ടുജോലിയും കൃഷിപ്പണിയും ശമ്പളമില്ലാതെ ചെയ്യാമെന്ന വ്യവസ്ഥയിലാണ് അമ്മുവും കുടുംബവും താമസം തുടങ്ങിയത്. 1985 അമ്മുവും കുടുംബവും താമസിച്ച വീട് കനത്ത മഴയിൽ തകർന്നു. വീട് പുതുക്കി പണിയാൻ അമ്മുവും ഭർത്താവും ശ്രമിച്ചെങ്കിലും ഭൂമിയുടെ ഉടമസ്ഥരായ കുടുംബം എതിർപ്പുമായി രംഗത്തെത്തി. അന്ന് തുടങ്ങിയതാണ് ചേച്ചി അമ്മുവിന് വേണ്ടിയുള്ള കമലാക്ഷിയുടെയും പോരാട്ടം. 68 മുതൽ തുടങ്ങിയുള്ള പണി 85 കേസ് കൊടുത്തത് വരെ ആ വീട്ടിലെ പണി കൊടുത്തു. വളരെ ദുരിതമായിരുന്നു. ഒന്നും കൊടുക്കില്ല, പ്രതിഫലമായിട്ട് ഒന്നും കൊടുക്കില്ല. 10 വയസ്സുള്ള കുട്ടി വെള്ളം കോരി കൊടുത്താണ് ചേച്ചി കഷ്ടപ്പെട്ടിരുന്നത്. അങ്ങനെ ചേച്ചി അവിടുത്തെ പണി മുന്നോട്ട് കൊടുക്കും. എന്നിട്ട് ചേച്ചി വന്ന് പിന്നെ 8 മണിയാകുമ്പോഴേക്കും അവിടെ പണി തീർത്തിട്ട് 6 മണിക്ക് ഇവിടുന്ന് പോയി 8 മണിയാകുമ്പോഴേക്കും പണി തീർത്ത് കൂലി വേല ചെയ്തിട്ടാണ് കുടുംബം പുലർത്തിയിരുന്നത്. ചേച്ചിയുടെ ഭർത്താവ് ഒരു സുഖമില്ലാത്ത ആളായിരുന്നു. അങ്ങനെ വളരെയധികം കഷ്ടപ്പെട്ടാണ് ചേച്ചി ജീവിച്ചത്. 1985 ചാവക്കാട് ലാൻഡ് ട്രിബ്യൂണലിൽ നിന്ന് തുടങ്ങിയ പോരാട്ടം ജില്ലാ കോടതിയിലും ഹൈക്കോടതിയിലും എത്തി. ഇതിനിടയിൽ 1995 അമ്മുവിന്റെ ഭർത്താവും 2022 അമ്മുവും മരിച്ചു. അവരുടെ മക്കൾക്കു വേണ്ടിയായി കമലാക്ഷിയുടെ നിയമയുദ്ധം. അങ്ങനെ 40 വർഷം നീണ്ട നിയമ പോരാട്ടം വിജയിച്ചു. ഭരിക്കാറാകുമ്പോഴും ചേച്ചിനോട് ഇനി എൻ്റെ മക്കൾക്ക് ആ ഭൂമി ശരിയാക്കി കൊടുക്കുകയെന്ന് പറഞ്ഞു. ഞാനും കരഞ്ഞു, ചേച്ചിയും കരഞ്ഞു. ഒരുപാട് കഷ്ടപ്പെട്ടിരിക്കുന്നു ചേച്ചി. ആ വിഷമത്തോടു കൂടിയാണ് ചേച്ചി മരിച്ചത്. ഈ ഭൂമി കിട്ടിയപ്പോൾ എനിക്ക് സന്തോഷം. എൻ്റെ മക്കളുടെ ചേച്ചിയുടെ മക്കളുടെ കാര്യമാണ് എനിക്ക് സന്തോഷം. അവർക്കൊരു ഭൂമിയായാലും എനിക്ക് അത്രയും കഴിഞ്ഞല്ലോ എന്നുള്ളൊരു സന്തോഷം. അതാണ് എൻ്റെ. പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്ന് പൊരുതി നേടിയ ഈ വിജയം രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയിലുള്ള വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്നതാണ്. ന്യൂസ് മലയാളം, തൃശൂർ.